ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് വെള്ളറടയിൽ ഒരു മകൻ അപ്പനോട് അരുതാത്തത് ചെയ്തിരിക്കുന്നു. ഒരിക്കലും നാം കേൾക്കാൻ പാടില്ലാത്തത്, നടക്കാൻ പാടില്ലാത്തത് സംഭവിച്ചിരിക്കുന്നു. ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമല്ല. പല പ്രാവശ്യം പല സ്ഥലങ്ങളിൽ പല വ്യക്തികൾ ഇത് ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ 20 വർഷം കൊണ്ട് കുട്ടികളുടെയും ടീനേജേഴ്സിൻ്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ആൾ എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ അയ്യോ, സഭ ഒന്നും ചെയ്തില്ലേ, സമൂഹം ഒന്നും ചെയ്തില്ലേ, പോലീസ് നിർജീവമാണോ, കൂട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലേ, ഇങ്ങനെയാണ് ആളുകൾ ചോദിച്ചത്. ശരിയാണ്, സമൂഹത്തിനും സഭയ്ക്കും പോലീസിനും കൂട്ടുകാർക്കുമെല്ലാം ഇതിനെ ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. എങ്കിലും അടിസ്ഥാനപരമായി ഈ മാറ്റം സംഭവിക്കേണ്ടത് ആ വീടുകളിൽ നിന്നാണ്, ഭവനത്തിൽ നിന്നാണ്. ചർച്ചിലോ സ്കൂളിലോ ഒക്കെ കുട്ടികൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതും ആ ചർച്ചിൽ ഉണ്ടായിരിക്കുന്ന സമയം, സ്കൂളിൽ ഉണ്ടായിരിക്കുന്ന സമയം അവരുടെ നല്ല മുഖം മാത്രം അവർ പ്രകടിപ്പിക്കും. അതുകൊണ്ട് സഭാ നേതൃത്വത്തിനോ സ്കൂൾ അധികൃതർക്കോ കുട്ടിയെ നന്നായി മനസ്സിലാക്കണമെന്നില്ല. എന്നാൽ ഭവനത്തിൽ അങ്ങനെയല്ല. മാതാപിതാക്കളെ, ഇത്തരം സംഭവങ്ങൾ ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഇവൻ ഒരു വർഷം കൊണ്ടോ സംഭവിക്കുന്നതല്ല. 2-3 വർഷത്തെ ക്രമമായ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ കുട്ടികൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വേരുകൾ തേടി നമ്മൾ പോകുമ്പോൾ അവസാനം ചെന്ന് പറ്റുന്നത് കൈക്കുള്ളിൽ ഇരിക്കുന്ന മൊബൈൽ ഫോണിനകത്തായിരിക്കും. എല്ലാ ക്രൂരകൃത്യങ്ങളുടെയും എല്ലാ അലസതകളുടെയും മൂല കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണാണ്. ഡിജിറ്റൽ വേൾഡ് വളർന്നു, ശാസ്ത്ര കുതിച്ചുചാട്ടങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ അതിൻ്റെ വളരെ നെഗറ്റീവ് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എന്ന രൂപത്തിൽ കുട്ടികൾക്ക് കേൾക്കാൻ പാടില്ലാത്തതും കാണാൻ പാടില്ലാത്തതും വിരൽ തുമ്പിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്? നമ്പർ 1, കുട്ടികൾ മൊബൈൽ ഫോൺ ഗെയിം കളിക്കാനും മറ്റു വീഡിയോസ് കാണാനും ഉപയോഗിക്കുന്നതാണ്. ഇത് എങ്ങനെ നമുക്ക് തടയാനായിട്ട് കഴിയും, അഥവാ തിരിച്ചറിയാനായിട്ട് കഴിയും? കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതിൽ വല്ലാതെ സമയം നീളുന്നുവെങ്കിൽ നാം മാതാപിതാക്കൾ അത് നിയന്ത്രിക്കണം. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഫോൺ ഉപയോഗിക്കും എന്നുള്ളത് ശരിയാണ്. എന്നാൽ തീരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക്, 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, സങ്കടകരമെന്ന് പറയട്ടെ, 5 വയസ്സിനുള്ള താഴെയുള്ള കുഞ്ഞുങ്ങൾ പോലും ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നു. ഈ അമ്മമാര് പിള്ളേർ കരയുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഫോണും എടുത്ത് കൈ കൊടുത്തിട്ട് അമ്മ അടുക്കളയിൽ കിടന്ന് എന്തെങ്കിലും പണി അങ്ങ് ചെയ്യുകയാണ്. സമാധാനം, കുട്ടി ഇതും കണ്ടുകൊണ്ടിരിക്കുന്നു, അമ്മയ്ക്ക് അടുക്കള പണിയും തീരാം. പക്ഷേ അമ്മമാരെ, നിങ്ങൾ വലിയ ക്രൂരതയാണ് കുഞ്ഞുങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹവുമായിട്ട് അവന് ബന്ധം വിടുകയും ഈ ഫോണുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ആ കുഞ്ഞിൻ്റെ മാനസിക നില, മെൻ്റൽ കണക്ഷൻസ് മുഴുവനും കാണുന്ന ലോകത്തോടല്ല, ഏതോ സങ്കല്പ ലോകത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവന് മാതാപിതാക്കളോട് അറ്റാച്ച്മെൻറ്റ് കുറയും, സമൂഹത്തോട് അറ്റാച്ച്മെൻറ്റ് കുറയും. അതുകൊണ്ട് ഒന്നാമത് 5 വയസ്സിലുള്ള താഴെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാതിരിക്കുക. അതെങ്ങനെ? കുട്ടികൾക്ക് ഈ ഫോൺ കൊടുത്തിട്ട് അമ്മമാരും അപ്പന്മാരും വേറെ ഫോണും എടുത്ത് അവരുടെ ലോകത്തിലാണല്ലോ. പിള്ളേർ പഠിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയണ്ട, അവർ മുറിയടച്ചിരുന്ന് എന്ത് ചെയ്യുന്നെന്ന് നമുക്കറിയണ്ട. പണ്ടൊക്കെ സീരിയലുകളാണ് വില്ലനെങ്കിൽ ഇന്നത്തെ കാലത്ത് വീട്ടിനകത്തെ വില്ലൻ അമ്മമാരുടെയും അപ്പന്മാരുടെയും കയ്യിലുള്ള മൊബൈൽ ഫോണാണ്. പിള്ളേരും ഇതൊരെണ്ണം എടുത്ത് പിടിച്ച് മുറിക്കാത്തിരുന്ന് എന്ത് കാണുന്നു നമ്മൾ നോക്കാറില്ല. നമ്മളങ്ങ് ചാറ്റിങ്ങും നമ്മളങ്ങ് വീഡിയോസ് കാണലും അമ്മമാർക്ക് കുക്കിംഗ് കാണലും പരദൂഷണം പറച്ചിലും എല്ലാം ഈ മൊബൈൽ ഫോണിലാണ്. അമ്മ കതവും പൂട്ടി ഒരു മുറിക്കകത്ത്, പിള്ളേർ കതവും പൂട്ടി വേറൊരു മുറിക്കകത്ത്. ഒരു ദിവസം ആറ്റം ബോംബ് പോലെ പിള്ളേരിങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കരയുന്നു. മാതാപിതാക്കളെ, കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മൊബൈൽ ഫോൺ 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. അത് കഴിഞ്ഞുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് കൊടുക്കുക. കുറച്ച് മുതിർന്ന കുട്ടികൾക്ക്, ടീനേജുകാർ അത് ഉപയോഗിക്കുമ്പോൾ അതിനൊരു നിയന്ത്രണം കൊണ്ടുവരണം. ഇത്ര സമയം മാത്രം. അത് കഴിയുമ്പോൾ ആ ഫോൺ ഇന്ന സ്ഥലത്ത് വെക്കണമെന്ന് പറഞ്ഞ് അതിനൊരു സംവിധാനം ഉണ്ടാക്കണം. ഫോൺ ഉപയോഗിക്കുക അരമണിക്കൂർ 1 മണിക്കൂർ, അത് കഴിഞ്ഞ് ഈ ടേബിൾ അതിവിടെ വെച്ചിരിക്കണം എന്ന് പറയുക.
രാത്രി ഗുഡ് നൈറ്റ് പറയുന്നതിന് മുൻപ് അമ്മമാർ, അപ്പന്മാർ കുട്ടികളുടെ മുറിക്കകത്ത് കയറി പരിശോധിച്ചിട്ട് കുട്ടികളോട് തന്നെ പറയണം, നീ കണ്ടല്ലോ, ഇനി ആ ഫോൺ അമ്മയുടെ ബെഡ്റൂമിൽ കൊണ്ടുവച്ചിട്ട് കിടന്നുറങ്ങിക്കോ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ശീലം കുട്ടികളെ വളർത്തിയെടുത്താൽ രാത്രി അവർ ഉറങ്ങും, നമ്മളറിയാത്ത ഒരു പ്രവർത്തനങ്ങളും അവർ ചെയ്യുകയില്ല. ഇനി ഇവർ ഈ ഫോൺ ഉപയോഗിക്കുമ്പോഴായാലും റൂം ലോക്ക് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കരുത്. അത് പഠിക്കുമ്പോഴായാലും റൂം ലോക്ക് ചെയ്തിരുന്ന് പഠിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. അവർ പറയും അവർക്ക് ഫ്രീ ആയിട്ടിരിക്കാനാണ്, സ്വകാര്യമായിട്ടിരിക്കാനാണ്. അതെല്ലാം വെറുതെ. നന്നായിട്ട് ചാരുക, ലോക്ക് ചെയ്യരുത്. എപ്പോൾ വേണോ അമ്മയ്ക്ക് ആ മുറി തുറന്ന് അകത്ത് കയറാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കണം. നോക്ക് ചെയ്യാതെ, തട്ടാതെ തന്നെ തുറന്ന് അകത്ത് കയറാനുള്ള സ്വാതന്ത്ര്യം അമ്മയ്ക്കുണ്ടായിരിക്കണം. മുറി നന്നായിട്ട് ചാരിയിട്ടിട്ട് പഠിച്ചോളാൻ പറയണം. ഏത് നിമിഷവും അമ്മ അതിനകത്ത് കയറണം. കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മണിക്കൂറോളം, ഒരുപക്ഷെ 7 മണിക്ക് പഠിക്കാൻ ആരംഭിച്ചതായിരിക്കാം, 1 മണിക്കൂർ ഇടവിട്ട് അമ്മമാർ അകത്ത് കയറി അവൻ പഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഒരു കട്ടൻ ചായയൊക്കെ കൊടുക്കണം. മോനെ കൊള്ളാമെന്ന് പറയണം. നീ ഇതാണോ പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കണം. കൊള്ളാം, വെരി ഗുഡ്, കണ്ടിന്യൂ എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ പ്രോത്സാഹിപ്പിക്കണം. കുട്ടിക്കൊരു ചിന്ത വരണം, ഈ 3 മണിക്കൂർ പഠനത്തിനിടയിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും അമ്മ വരാനുള്ള സാധ്യതയുണ്ടെന്ന്. അങ്ങനെയുള്ള കുട്ടികൾ വളരെ തന്മയത്തമായും ആവശ്യമുള്ളതും മാത്രം അവർ ചെയ്യും. അമ്മമാരെ, നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ കുട്ടികൾ മറ്റ് ചിന്തകളിലേക്ക് പോകാതെ നമുക്ക് തടസ്സപ്പെടുത്താനും കഴിയും. മറ്റൊരു കാര്യം, ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാരെങ്കിലും നിങ്ങളുടെ മക്കളുടെ ഇത്തരം പ്രശ്നങ്ങൾ കാരണം വ്യാകുലപ്പെടുന്നവരുണ്ടെങ്കിൽ ഞാനൊരു പെട്ടെന്നൊരു ടിപ്പ് പറയാം. കുട്ടികൾ ഫോൺ നിങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ വയലൻ്റ് ആകുന്നുണ്ടെങ്കിൽ, ഫോൺ നിങ്ങൾ തരാത്തത് കൊണ്ട്, അമ്മമാരത് എനിക്ക് തരാത്തത് കൊണ്ട് ഞാൻ ഈ കാര്യം ചെയ്യില്ല എന്ന് കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചോദിക്കുന്നതിന് കൃത്യമായി ഉത്തരം തരാതെ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഫോണുമായിട്ട് ഒരിടത്ത് ചെന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ, അമ്മയും അപ്പനും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യെസ്, നോ, എന്നൊക്കെ പറഞ്ഞ കൊച്ചുത്തരങ്ങൾ നൽകി അവൻ വേറെ ലോകത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ കുട്ടി ഡേഞ്ചർ സോണിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് ഇന്ന് തന്നെ ഒരു തടയിടണം. അതെങ്ങനെ കഴിയും? ഫോണിന്മേൽ ഒരു നിയന്ത്രണം കൊണ്ടുവരണം. ഒരു സമയത്തിൻ്റെ ചിട്ടവട്ടം അതിനകത്ത് കൊണ്ടുവരണം. ഈ നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ കുട്ടി വയലൻ്റ് ആയാൽ ഒന്നും നോക്കരുത്. ഇപ്പോൾ നമുക്ക് അവനെ ശരിയാക്കാൻ പറ്റുന്ന സമയമാണ്. ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുക. അയ്യോ, എൻ്റെ മോനെ കൗൺസിലിങ്ങിരുന്നോ, എൻ്റെ മോളെ കൗൺസിലിങ്ങിരുന്നോ, എനിക്കത് നാണക്കേട്. അടുത്ത വീട്ടുകാരെന്ത് പറയും, ആ വീട്ടുകാരെന്ത് പറയും, എൻ്റെ സ്കൂളുകാരെന്ത് പറയും? ഈ മിഥ്യാബോധമാണ് ഇത്തരം വാർത്തകൾ വരെ എത്തിച്ചേരുന്നത്. എന്തിനീ മിഥ്യാബോധം? നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാനല്ലേ? കൗൺസിലറുടെ സേവനം നിങ്ങൾ പ്രയോജനപ്പെടുത്തൂ. വിദഗ്ധമായിട്ട് ആ കാര്യം കൈകാര്യം ചെയ്യാൻ പരിശീലനം ലഭിച്ചവർ ആ പ്രശ്നം സോൾവ് ചെയ്യുമെന്നേ. നമ്മുടെ കുട്ടി നന്മയുള്ള കുട്ടിയായിട്ട് വളരട്ടെ. 1098 എന്ന നമ്പറിൽ ചുമ്മാ ഫോൺ ഡയൽ ചെയ്യുക. നിങ്ങൾ 17 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ ചൈൽഡ് ലൈൻകാർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അവർക്ക് നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും, കുട്ടിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും. അവർ ചെക്കപ്പ് ചെയ്യും. പക്വമായി ആ കാര്യം അവർ ചെയ്യും. അമാന്തിക്കരുത്, ഒട്ടും വൈകരുത്. നമ്മുടെ മിഥ്യാബോധം ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിച്ചെടുക്കാം. ഇത് അങ്കിളിന് കഴിയും, ആൻറ്റിക്ക് കഴിയും, സഭാ നേതൃത്വത്തിന് കഴിയും. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ ഇങ്ങനൊരു പ്രശ്നത്തിലാണെങ്കിൽ അത് ഒളിച്ചു മൂടി വെക്കരുത്, അത് മറച്ചു പിടിക്കരുത്. അത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് കൊണ്ടെത്തിക്കും. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ, ഈ വീഡിയോ ഓഫ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മക്കൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ കഴിയണമേ എന്ന പ്രാർത്ഥനയോടെ ഉടനെ ഒരു വിദഗ്ധനെ സമീപിക്കുക. കൗൺസിലിങ്ങിന് വിധേയമാക്കുക. 1098 വിളിച്ച് ചൈൽഡ് ലൈൻകാരോട് സംസാരിക്കുക. സ്കൂൾ കൗൺസിലറെ ബന്ധപ്പെടുക. നിങ്ങളുടെ കുട്ടിയെ ശരിയായ പാതയിലൂടെ നടത്താൻ നമ്മൾക്ക് അതിനെ സഹായിക്കും. കൂടുതൽ ചിന്തകളുമായി പാർട്ട് 2 വേഗത്തിൽ വരുന്നുണ്ട്. കാത്തിരിക്കാം.